ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗീതു അർച്ചനയോട് അന്ന് രാത്രിയിലുണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. രാജീവ് ഗീതുവിനോട് പറയാണ്, നീ രക്ഷപ്പെട്ടോ, ഞാൻ വന്നോളാം എന്ന്. അപ്പോഴാണ് ആ 3 ചെറുപ്പക്കാരിൽ ഒരാൾ രാജീവിൻ്റെ തലയ്ക്ക് ഒരു വടിയെടുത്തടിക്കുന്നത്. അതോടുകൂടി രാജീവിൻ്റെ ബോധം പോകുന്നു. ഇവനെ ബോധം കെടുത്തി ആ 3 ചെറുപ്പക്കാരും കൂടിയിട്ട് ഗീതുവിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട്. അതിനുശേഷം ഗീതുവിനെ ആ 3 പേരും കൂടിയിട്ട് റേപ്പ് ചെയ്യാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഗീതു അർച്ചനയോട് കരയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ രാജീവേട്ടൻ എവിടെ ചേച്ചി, എൻ്റെ രാജീവേട്ടൻ എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഗീതു, ഞാൻ ആ സംഭവ സ്ഥലത്ത് നിന്നെ മാത്രമേ കണ്ടുള്ളൂ, രാജീവിനെ ഞാൻ അവിടെ കണ്ടില്ല എന്ന് പറയുന്നു. നീ അവിവേകമൊന്നും ചെയ്യല്ല മോളെ, നീ ഇവിടെ കിടക്ക്, നമുക്ക് രാജീവിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അർച്ചന ഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം അർച്ചന ICUയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അവിടെ അച്ചും ഉണ്ടാവും. അച്ചു എന്തായി എന്ന് അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒന്നുമില്ലാന്ന്. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. പോലീസിനോട് അർച്ചന ചോദിക്കുന്നുണ്ട്, ഗീതുവിൻ്റെ ഹസ്ബൻഡിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ മാഡം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പോലീസ് പറയാണ്, ഇല്ല, അന്വേഷിക്കുന്നേ ഉള്ളൂ, ഇത് മാത്രമല്ലല്ലോ പോലീസിൻ്റെ ജോലി എന്ന് പറയുന്നു. അതിനുശേഷം പോലീസ് അർച്ചനയോട് ചോദിക്കുകയാണ്, ആ പെണ്ണിന് ബോധം വന്നു എന്ന്. അപ്പോൾ അർച്ചന വന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി, ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ പറഞ്ഞിട്ട് പോലീസ് ഗീതുവിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അച്ചു അർച്ചനയോട് ചോദിക്കുകയാണ്, ഇവരെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, കുറച്ച് ഈഗോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന്. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിൽ ചിന്നു വിളിക്കുന്നത്. ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്ന് അർച്ചന ചോദിക്കുന്നു. അപ്പോൾ ചിന്നു പറയുകയാണ്, അമ്മ ഇതെവിടെയാണ്, ഇനി വരാൻ വൈകുമോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ഞാൻ കുറച്ചുകൂടി വരാൻ വൈകുമെന്ന് പറയുകയാണ്. അപ്പോൾ ചിന്നു പറയാണ്, കുഞ്ഞമ്മാവൻ പറഞ്ഞിരുന്നു ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ, ഞാനൊന്ന് അമ്പലത്തേക്ക് പോട്ടെ, മഞ്ജു ആൻറ്റി പോകുന്നുണ്ട്, അപ്പോൾ ഞാനും കൂടി പോകാമെന്ന് വിചാരിച്ചു, ഞാനിതാ മഞ്ജു ആൻറ്റിക്ക് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചിന്നു മഞ്ജുവിന് ഫോൺ കൊടുക്കുകയാണ്. എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ്, ഞാൻ എന്തായാലും അമ്പലത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ എന്തായാലും ചിന്നു പേടിച്ചിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പോൾ ചിന്നുവിനൊരു ചരട് ജപിച്ച് കെട്ടാമെന്ന് വിചാരിച്ചു, അവളെ കൂടി കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയാണ്, ശരി, നല്ലതിനല്ലേ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നു. അതിനുശേഷം മഞ്ജു ചിന്നുവിന് ഫോൺ കൊടുത്തിട്ട് അർച്ചന ചിന്നുവിനോട് അപ്പോൾ പറയുകയാണ്, ശരി, അമ്പലത്തിന് നീ വേഗം പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അർച്ചന അവിടെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സംഭവ സ്ഥലത്ത് നിന്നും തെളിവായി കിട്ടിയ ID കാർഡ് ഓർമ്മ വരുന്നത്. വേഗം തന്നെ അർച്ചന ഫോൺ എടുത്തിട്ട് അതെടുത്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം അർച്ചന രാജീവിനെ അന്വേഷിച്ചുകൊണ്ട് രാജീവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. രാജീവിൻ്റെ അമ്മ വന്നിട്ട് വാതിൽ തുറന്നിട്ട് ആരാ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാൻ അഡ്വക്കേറ്റാണ് അർച്ചന, എനിക്ക് രാജീവ് കുമാറിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് രാജീവ് കുമാർ വന്നിട്ട് ആരാ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ അർച്ചന, അഡ്വക്കേറ്റാണ്, നിങ്ങളുടെ വൈഫല്ലേ ഗീതു? അപ്പോൾ രാജീവ് പറയണ അതെ എന്ന്. അപ്പോൾ അർച്ചന പറയുന്നു, ഗീതുവിനെ പറ്റി അറിയാത്തതിലുള്ള ടെൻഷനും വിഷമത്തിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം, എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, ഗീതു ഹോസ്പിറ്റലിലുണ്ട്, രാവിലെ ഞാൻ ആളെ അബോധാവസ്ഥയിൽ കണ്ടത്, ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവങ്ങളെല്ലാം ഗീതു എന്നോട് പറഞ്ഞു എന്ന് അർച്ചന പറയുമ്പോൾ രാജീവിൻ്റെ അമ്മ ചോദിക്കുകയാണ്, അവളാണോ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന്. അപ്പോൾ അർച്ചന ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, രാജീവ് എന്താ ഗീതുവിനുണ്ടായ സംഭവങ്ങളൊന്നും അമ്മയോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാജീവിൻ്റെ അമ്മ പറയുകയാണോ, അയ്യോ പറഞ്ഞു. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇന്നെന്താ നിങ്ങൾ ഗീതുവിനെ കുറിച്ച് അന്വേഷിക്കാത്തത്, പോലീസിൽ വിവരം അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ രാജീവിൻ്റെ അമ്മ പറയാണ്, ഞങ്ങൾ എന്തിനാണ് അന്വേഷിക്കേണ്ട ആവശ്യം, നാട്ടുകാരോട് അറിഞ്ഞിട്ട് ഞങ്ങൾ നാണം കെടാനാണോ, അവളുടെ സ്വഭാവം ശരിയല്ല, ഞാൻ അപ്പോഴും അവളോട് പറഞ്ഞതാണ് സിനിമയ്ക്ക് പോവണ്ടാന്ന്, പക്ഷേ ഞാൻ പറയുന്നത് അവൾ കേൾക്കില്ല, അവളുടെ സ്വഭാവം അത്രയ്ക്ക് ശരിയല്ല വക്കീലെ എന്ന് രാജീവിൻ്റെ അമ്മ പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, രാജീവിൻ്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ രാജീവിൻ്റെ അമ്മ പറയുകയാണ്, അവൻ്റെ അഭിപ്രായം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പോൾ അർച്ചന പറയാണ്, രാജീവ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഗീതുവിന് ബോധം വന്നപ്പോൾ അവൾ ആദ്യം ചോദിച്ചത് നിങ്ങളെയാണ്, അവളിപ്പോഴും ആ സംഭവത്തിൽ നിന്നും പൂർണ്ണമായും റിക്കവർ ആയിട്ടില്ല, നിങ്ങൾ അവളെ വന്ന് കാണണം, പോലീസിനോട് സഹകരിക്കണം, കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ
രാജീവ് പറയാണ് എനിക്ക് അതിൻ്റെ പിന്നാലെ ഒന്നും നടക്കാനുള്ള സമയമില്ല, എല്ലാവരും പിച്ചി ചീന്തവളെ എനിക്ക് ഇനി വേണ്ട എന്ന് രാജീവ് പറയുമ്പോൾ അർച്ചന പറയുകയാണ് അങ്ങനെ നിങ്ങൾക്ക് കൈകഴുകി ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും കോടതിയിൽ എന്തായാലും വരേണ്ടി വരും എന്ന് താക്കീത് ചെയ്തിട്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു. ശേഷം മഞ്ജുവും ചിന്നുവും കൂടിയിട്ട് അമ്പലത്തിലേക്ക് നടന്നു വരുന്ന സമയത്താണ് അവിടേക്ക് ചന്ദ്ര വരുന്നത്. ചന്ദ്ര ചിന്നുവിനോട് പോയിട്ട് പറയുകയാണ് ഞാനിന്ന് വിചാരിച്ചുള്ളൂ ചിന്നുവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഇതാ ചിന്നു ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് ഒന്ന് വരണമെന്ന് വിചാരിച്ചു, അപ്പോൾ ചിന്നുവിനെ കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, അങ്ങനെ കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. അതിനുശേഷം മഞ്ജു തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചിന്നു ചന്ദ്രയോട് ചോദിക്കുകയാണ് ചെറിയ ഒറ്റയ്ക്കാണോ വന്നതെന്ന്. ചന്ദ്ര അപ്പോൾ പറയുന്നുണ്ട് അതേ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, പിന്നെ വിജയേട്ടൻ ഹോസ്പിറ്റലിൽ ചിന്നുവിനെ കാണാൻ വന്നിരുന്നു, പക്ഷെ അർച്ചന കാണാൻ സമ്മതിച്ചില്ല. ഇതിൽ വിജയേട്ടന് നല്ല വിഷമായിട്ടുണ്ട്, കുറെ കരയും ചെയ്തു. വിജയേട്ടൻ ചിന്നുവിനെങ്ങാനും കൊണ്ടുപോകുമോ എന്ന് പേടിയാണോ തോന്നുന്നു അർച്ചനയ്ക്ക് എന്ന് പറയുമ്പോൾ ചിന്നു പറയാണ് അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തായാലും എൻ്റെ അമ്മയെ വിട്ടു പോവില്ല എന്ന് ചിന്നു പറയുന്നു. ഞാൻ വിജയേട്ടനെ ഒന്ന് വിളിച്ചു തരാം, ചിന്നു സംസാരിക്കേ, വിജയേട്ടന് അത് നല്ല സന്തോഷമാവും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിജയശങ്കറിനെ വീഡിയോ കോൾ വിളിക്കുകയാണ്. പിന്നീട് ചിന്നു വിജയശങ്കറും കൂടിയിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുന്നു. അപ്പോൾ വിജയശങ്കർ പറയണേ ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയല്ലോ എന്ന്. അപ്പോൾ ചിന്നു പറയണ അതെ ഞാൻ മഞ്ജു ആൻറ്റീൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വന്നതാ, അപ്പോൾ ഇതവിടെ ചെറിയമ്മയും വന്നിരിക്കുന്നു, എന്തായാലും നമുക്ക് കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയണ നേരിട്ട് കാണാൻ പറ്റുന്നത് പോലെ അല്ലല്ലോ മോളെ ഇത് എന്ന് പറയുമ്പോൾ ചിന്നു പറയണ അതൊന്നും സാരല്ല അച്ഛാ, നമുക്ക് അതിനെല്ലാം വഴി ഉണ്ടാക്കാം എന്ന് പറയുന്നു. അപ്പോഴേക്കും വേഗം ചന്ദ്ര ഫോൺ വാങ്ങുന്നുണ്ട്. മതി വിജയേട്ടന് ഇനി തിരക്കുണ്ടാവും, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും അവിടേക്ക് മഞ്ജു വരികയാണ്. ഇതുവരെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുകയാണ് അച്ഛനും മോളും കൂടി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു എന്ന്. അപ്പം മഞ്ജു പറയണ അർച്ചന ചേച്ചിയോട് ഇതൊന്നും പറയരുത് എന്ന്. അതിനുശേഷം ചിന്നു പറയുന്നു ഇല്ല ഞാൻ പറയില്ല, എന്തായാലും ഞാൻ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം ചന്ദ്ര മഞ്ജുവിനോട് പറയുകയാണ് അർച്ചനയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള മൂർച്ചയേറിയ ആയുധം ഇവൾ തന്നെയാണ്. അർച്ചനയിൽ നിന്നും ഞാൻ അവളെ അടർത്തി മാറ്റും, പക്ഷേ ഞാൻ അവളെ രാജകുമാരിയാക്കിയിട്ടൊന്നും വാഴിക്കില്ല, എൻ്റെ മോള് ആര്യയുടെ ദാസിയായിട്ടായിരിക്കും ഞാൻ വാഴിക്കുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ മഞ്ജു പറയാണ് ചേച്ചി ഇനി ഇതിനൊന്നും എന്നെ കൂട്ടുപിടിക്കരുത്, ചേച്ചിയെ ഞാൻ സഹായിക്കുന്നുണ്ടെന്ന് അമ്പാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവിടുന്ന് സ്ഥാനം പോവും, അതുകൊണ്ട് ഞാൻ ഇനി ഒരു സഹായത്തിനും ഇല്ലാന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ് ഒരു സഹായത്തിനില്ലെങ്കിലും നിന്നെ അവിടെ നിന്ന് പുറത്താക്കും, ഞാൻ രാവിലെ പറഞ്ഞില്ലേ ന്യൂന കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ നീയാണ് എന്നെ സഹായിച്ചതെന്ന് അവൾ അറിയും, അതോടുകൂടി നീ എന്തായാലും പുറത്താവും, അതുകൊണ്ട് ഇനിയും നീ എന്നെ സഹായിക്കണം. അമ്പാട്ട് വീട്ടിൽ നിന്നും അർച്ചന പുറത്തായ പിന്നെ നിനക്കാണ് അവിടെ സ്ഥാനം, അതിന് ഞാൻ തരുന്ന സമ്മാനങ്ങളും നിനക്ക് സ്വന്തം, നീ ഒന്ന് ആലോചിക്കേ ഇരുന്ന് വാഴണോ അതോ എരന്ന് വീഴണോ എന്ന്. ശേഷം ചന്ദ്ര ഒരു ഡപ്പിയിൽ നിന്നും ബ്രേസ്ലെറ്റ് എടുക്കുകയാണ്. ഇത് നിനക്ക് വേണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നത് ഇല്ല ചേച്ചി എനിക്കത് വേണമെന്ന് പറയുന്നു. അതിനുശേഷം അർച്ചന ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അർച്ചന ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും ഫോണിൽ എന്തോ ഒരു വീഡിയോ ഇരുന്ന് കാണുന്നു. ഗീതുവിനെ കാണാൻ പോകുന്ന സമയത്താണ് 2 നഴ്സുമാരും ഫോണിൽ എന്തോ കാണുന്നത്. അപ്പോൾ അർച്ചന വന്നിട്ട് എന്തു പറ്റി എല്ലാവരും ഫോൺ നോക്കുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു പെൺകുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, ആ സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ഷോക്ക് ആവുകയാണ്. അതിനുശേഷം ഗീതുവിനെ റേപ്പ് ചെയ്ത 3 ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരനെ കാണിക്കുന്നു. അവൻ ഫോണിൽ ഗീതുവിനെ റേപ്പ് ചെയ്ത വീഡിയോ ഇരുന്ന് കാണുകയാണ്. അപ്പോഴേക്കും അവൻ്റെ അമ്മ അടുത്തേക്ക് വരുന്നു. അക്ഷയ് നീ ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ആ വീഡിയോ പരസ്യമായി കഴിഞ്ഞു, എന്നെ വിളിച്ച് ആരൊക്കെ അഭിനന്ദിച്ചു മകൻ്റെ ഹീറോയിസം കണ്ടിട്ട്, എത്രാമത്തെ തവണയാണ് നീ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അക്ഷയ് പറയണ അമ്മയ്ക്ക് അതെന്തിനാ, അച്ഛൻ അതിനുള്ള വഴിയൊക്കെ കണ്ടെത്തിക്കോളും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം വിജയ് ശങ്കറിനെ അക്ഷയുടെ അച്ഛൻ വിളിച്ചിട്ട് ഒരു കേസ് വരുന്നുണ്ട്, എൻ്റെ അല്ല എൻ്റെ മകൻ്റെ പേരിലാണ്, ആ കേസ് വാദിക്കണം, എൻ്റെ മകനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയണ എന്ത് കേസാണെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം,
അവനെ ഞാൻ ഈ കേസിൽ നിന്ന് രക്ഷിച്ചോളാം എന്ന് ജി ശങ്കർ ഉറപ്പു നൽകുന്നു. അതിനുശേഷം അർച്ചന പോലീസിനെ പോയി കാണുന്നുണ്ട്. ആ CIയോട് അർച്ചന ചോദിക്കുകയാണ്, സോഷ്യൽ മീഡിയ ഇതൊക്കെ ഒരു ആഘോഷമാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും നടപടി എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ CI പറയാണ്, അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേസെടുക്കാൻ പോലീസിനൊട്ടും സമയമില്ല എന്ന് പറയുന്നു. അപ്പൊ അർച്ചന ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലീസല്ലേ നടപടി എടുക്കുന്നത്, അത് പോലീസിന്റെ ജോലിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ CI തിരിച്ചു പറയുകയാണ്, പോലീസിന്റെ ജോലിയെക്കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട എന്ന് പറയുന്നു. അപ്പൊ അർച്ചന പറയണ, സോറി, ഞാൻ മേഡത്തിന്റെ ഈ നിസ്സംഗത കണ്ടിട്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നു. എന്നിട്ട് CI പറയുകയാണ്, നിങ്ങൾ ഈ സംസാരിക്കുന്നതെല്ലാം ഇമോഷണൽ ആയിട്ടാണ്, എല്ലാത്തിനും ഇങ്ങനെ കേസ് എടുക്കാനൊന്നും പറ്റില്ല. ആ കുട്ടി മാനഭംഗത്തിന് ഇരയായെന്ന് ഡോക്ടർ പറയുന്നു. ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ആ കുട്ടിയും എന്നോട് പറഞ്ഞു. എന്നാൽ അത് തന്നെയാണ് സംഭവിച്ചത്, അതോ മറ്റു എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് അർച്ചനയോട് CI പറയുന്നു. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.